അച്ഛാ അറിഞ്ഞോ ഫെബ്രുവരി 14 എന്തോരം പരിപാടികളാ കണ്ടിട്ട് കൊതിയാവുന്നു. ഫെബ്രുവരി 14 അങ്ങനെ പല പരിപാടികളും കാണും. അതിനൊക്കെ ചെന്ന് കയറി കൊടുത്താലേ നവംബർ ആകുമ്പോളെ നമുക്ക് ശിശുദിനം ആഘോഷിക്കാം. അച്ഛൻ്റെ ഒരു പൂച്ചി കോമഡി. നീ ഇളവൊന്നും വേണ്ട, 14 തീയതി വീട്ടിന് പുറത്ത് ഞാൻ ഇറക്കത്തില്ല. ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാലേ ബുദ്ധിയും വിവരം ഉള്ളവനാ. ബാക്കിയുള്ളവരെ പറ്റിക്കുന്നുണ്ടോട്ടെ, നമ്മളെ പറ്റിക്കാൻ പറ്റത്തില്ല. അച്ഛാ അച്ഛാ എഴുന്നേക്ക്, നമ്മുടെ സ്റ്റേഡിയത്തിന്റെ അവിടെ കൊണ്ടുവന്ന് ബിരിയാണി ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഞാൻ പോയി മേടിച്ചോണ്ട് വരട്ടെ? മോള് പോവണ്ട, ദിനേശൻ അവിടെ നിപ്പുണ്ട്, ഞാൻ വിളിച്ചു പറയും, അവൻ ഇവിടെ കൊണ്ടുതരും. ചേട്ടാ ഒരു പാഴ്സല്. പാർസലുകാരൻ വരുവാന്നേ. അവിടെ നിക്കടേ, ആ പാഴ്സൽ ഇവിടെ കൊണ്ടുവച്ചിട്ട് പോ. ശരി ചേട്ടാ. വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റത്തില്ല. ഈ ഫെബ്രുവരി 13 ആയപ്പോഴേ നിനക്ക് 18 വയസ്സായി. നിനക്ക് ഓർമ്മയുണ്ടോടി? ഓർമ്മ ഉണ്ടായിണ്ടല്ലോ ചാടാ നിക്കുന്നേ. ഓർമ്മയുണ്ട അച്ഛാ? നിന്നെക്കാട്ടി നല്ല ഓർമ്മ എനിക്കുണ്ടടി. കഴിഞ്ഞ ഫെബ്രുവരി 14 എന്റെ പെണ്ണും പിള്ള ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. വീടാ ഞാൻ. ഇത് കണ്ടോ അച്ഛാ? ഓഹോ കൊള്ളാമല്ലോ. അതെ അച്ഛാ, അവർക്ക് 99% സക്സസ് റേറ്റ് ഉണ്ട്. എന്ന് വെച്ചാ 100 ക്യാമറ വെച്ചിട്ട് ഒരിടത്ത് മാത്രമേ പെണ്ണുങ്ങൾ ഒളിച്ചോടിയിട്ടുള്ളൂ. ആ 1% വീട് തപ്പിയിട്ടാണോ ഇവന്മാര് പരസ്യട്ടേക്കുന്നത്? മെയിൻ ഹൈലൈറ്റ് ബാക്കി അച്ഛനൊന്ന് കേട്ടുമോ. ഇത് കൊള്ളാമല്ലോ, പൈസ തിരിച്ചു കിട്ടുമെന്ന്. മാത്രമല്ല നമ്മുടെ വീട്ടിൽ എന്ത് സംഭവിച്ചാലും അവര് വിളിച്ചറിയിക്കും നമ്മളെ. ഓഹോ, നമ്മള് കാര്യം അറിയുന്നതിന് മുമ്പ് അവര് കാര്യങ്ങൾ അറിയില്ലയോ? എന്നാ ഒരു കാര്യം ചെയ്യ്, അവരെ വിളിക്കേ. എക്സ്ക്യൂസ് മീ, വൺ മിസ്റ്റർ ചന്ദ്രശേഖരന്റെ വീട് ഇതാണോ? ക്യാമറ വെക്കാം. ഓ, ക്യാമറ ഫിറ്റ് ചെയ്യാൻ വന്ന ആളാണ്. വലിയ പ്രായമില്ലല്ലോടാ കൊച്ചനെ നിനക്ക്. എന്റെ പേര് തങ്കപ്പൻ. ഓ, അത്യാവശ്യം പ്രായമുണ്ട്. ബാ കേറി വാ. ശരിക്കും ഈ വീട്ടിൽ എത്ര ക്യാമറ വേണ്ടി വരും? ശരിക്കും പറഞ്ഞ ഇവിടെ ക്യാമറയുടെ ആവശ്യമില്ല. അന്ന് അങ്ങനെ ടോക്ക് അപ്പുറം ഇപ്പുറം കാണാൻ ക്യാമറ വെച്ചിട്ടുണ്ടോ? ഈ വീടിന് ചുറ്റുമേ കുടുംബശ്രീ ചേച്ചിമാരുണ്ടല്ലോ, പിന്നെ ഇൻഫർമേഷൻ പെട്ടെന്ന് അങ്ങ് എത്തുമല്ലോ. ഓഹോ, അതൊക്കെ അവര് പോയി കഴിഞ്ഞാൽ ഇൻഫർമേഷൻ തരത്തുള്ളൂ, അതുകൊണ്ടാ. ഓഹോ, എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു 5-6 എണ്ണം അങ്ങ് കീച്ചാം. എന്നാ ഒരു കാര്യം ചെയ്യും, ഇന്ന് തന്നെ അങ്ങ് കീച്ചിക്കും. ഫെബ്രുവരി 14 അപ്പുറം ഇപ്പുറം സ്കൂളൊക്കെ ഉണ്ട്. അപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല എന്തൊക്കെ നടക്കാൻ പോകുന്നത്. ആ റൂമിലെ കമ്പ്യൂട്ടർ ഇരിക്കുന്നത്, അപ്പൊ അതുവഴി പൈപ്പ് അടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ട് കണക്ട് ചെയ്താൽ മതി. പിന്നെ ആ റൂമിലെ നൈറ്റ് വിരിച്ച ക്യാമറ വരേണ്ടത് കേട്ടോ. എടാ പൊന്നു മോനെ തീർത്തിട്ട് വാടാ, പോവാടാ. അതെ, ഈ ഒരു ചെറിയ ടൈപ്പ് ക്യാമറ കിട്ടും. ചെറിയ ടൈപ്പ് നമ്മുടെ ഈ സോപ്പോട്ടിക്കത്തിലൊക്കെ വെക്കാൻ പറ്റും, നമ്മുടെ ബാത്റൂമിന്റെ സൈഡിലൊക്കെ വെക്കാൻ പറ്റുന്ന. ബാത്റൂമിന്റെ സൈഡ് ഉദാഹരണം പറഞ്ഞാൽ ബാത്റൂമിന്റെ സൈഡിൽ വെക്കാൻ പറ്റുന്ന ചെറിയ CCTV ക്യാമറ, ചെറിയ ടൈപ്പ് CCTV ക്യാമറ. എന്തിന് സ്ഥലമില്ല അവിടെ? നമുക്ക് നിരീക്ഷിക്കാൻ വേണ്ടി പല കാര്യങ്ങളും. നമ്മുടെ മോളൊക്കെ ഇവിടെ ഉള്ള ആള്, അപ്പൊ അപ്പുറത്തെ ബാത്റൂമിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് നിരീക്ഷിക്കാൻ. എടാ അവിടെ വെക്കാനില്ല, ഉദാഹരണം പറയാം. ഇപ്പൊ ഞാൻ കുളിക്കാൻ കുളത്തിൽ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സേഫ്റ്റിക്ക് ആരും അറിയാതെ എന്റെ ഒരു ക്യാമറ ഉള്ളത് നല്ലതല്ലേ? ആരെ എപ്പോഴാ നമ്മളെ തട്ടിക്കൊണ്ടു പോകുന്നത് പറയാൻ പറ്റത്തില്ലല്ലോ. ദാണ്ടേ ഈ പണി സ്റ്റീഫൻ ചെയ്യത്തില്ല, നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല. സോറി, സാറിനെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല. എങ്ങനെ ക്ലാരിറ്റി കുറഞ്ഞത് വേണോ, 4K വേണോ, അതോ സൂമിങ് ഉള്ളത് വേണോ? ഇച്ചിരി റേറ്റ് ഇച്ചിരി കൂടും. കുഴപ്പമുണ്ടോ? റേറ്റ് കുഴപ്പമില്ല, ഏതായാലും മതി. വിഷ്വലിന്റെ ലിങ്ക് ഞാനും കൂടെ ഒന്ന് ചെക്ക് ചെയ്യും കേട്ടോ, എന്റെ ഒരു സേഫ്റ്റിക്ക്. കുഴപ്പമില്ല. ഈ CCTV എന്തിനാ ഞങ്ങളുടെ വീട്ടിലോട്ട് നോക്കിയിരിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലോട്ട് 6 വീട്ടിലോട്ട് നോക്കിയിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടായോ? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ ഞാൻ ഇല്ല ഇവിടെ. നിങ്ങൾ ഇല്ലാത്തപ്പോൾ ഉള്ള കാര്യം പറഞ്ഞ്. ഇല്ലാത്തപ്പോ എന്തിനാ അറിയുന്നത്? ഞാൻ ഉള്ളപ്പോ അറിയാപ്പോ പല കാര്യങ്ങളും. എന്റെ പൊന്നു മച്ചാനെ, ഇവിടെ നിങ്ങൾ ഇല്ലാത്തപ്പോ ആരെങ്കിലും വന്നു പോകുന്നോന്ന് അറിയണ്ടായോ? ഞാനില്ലാത്തപ്പോ എന്തിനാടാ എല്ലാവരും വന്നു പോകുന്നത് ഇവിടെ? നിങ്ങളില്ലാത്തപ്പോ ഇവിടെ വന്നു പോകുന്നവരോട് എനിക്കെങ്ങനെ അറിയാനാ? അവരോട് പോയി ചോദിക്കണം എന്തിനാ വരുന്നത്. ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും പോവാന്നുണ്ടെങ്കിൽ എനിക്ക് നാട്ടുകാരോട് പറഞ്ഞിട്ട് പോകാൻ പറ്റൂടാ? അതാ പറഞ്ഞത്, ആരെങ്കിലും നമ്മളെ വീട്ടിലോട്ട് വരുമ്പോ നമ്മക്ക് അറിയാൻ വേണ്ടിട്ടാ ഈ ക്യാമറ ഇങ്ങോട്ട് വെച്ചേക്കുന്നതെന്ന്. എന്റെ വീട്ടിൽ ഗേറ്റ് അടച്ചിട്ട് ഇരിക്കുമ്പോ എന്തിനാണ് എന്റെ വീട്ടിൽ വന്ന് തിരക്കാൻ വരുന്നത്? അപ്പൊ അവർക്കറിയത്തില്ല ഞാൻ ഇവിടെ ഇല്ലെന്ന്. എന്തുവാടാ ക്യാമറ ബ്ലാക്ക് ആയെന്നോ? ഞാനൊന്ന് പോട്ടെ. പുല്ല് പണി അറിയാത്ത പണിക്കാരൻ വേണ്ടേ. ഇത് നെക്സ്റ്റ് അടുത്ത ഓരോ വിഷയം കാണാൻ പറ്റും. ഈ സാധനം കണ്ടോ? ഇത് പ്രീവിയസ്, ഇന്നലെയും അതിന്റെ മുന്നത്തെയൊക്കെ കാണാൻ പറ്റും. അപ്പം ഇതും കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ ആ ഹിഡൻ ക്യാമറയുടെ വിഷ്വലോ? അയ്യോ, എന്നാ ഞാൻ ആ വിഷ്വൽ എടുത്തിട്ടേ ആ സ്വാതി സ്ക്രീൻസ് കണക്ട് ചെയ്യട്ടെ. എന്റെ പൊന്നെ കിളവാ, ആ ഫോണിൽ എടുത്ത് അങ്ങ് കണ്ടാ മതി. ഇതിലൊന്നും കണക്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. HD ദൃശ്യമന പോലെ കാണാമായിരുന്നു, അത് പറ്റാതായി. ഫണ്ട് ഞാനിപ്പോ ഇട്ടേക്കാം കേട്ടോ, കുഴപ്പമില്ല. ശരി. ഇന്നത്തെ ഇനി സൂര്യ TV എങ്ങനെ കണ്ടുപിടിക്കുന്നു?
ഇട്ടേച്ച് പോയില്ലോടി. പോലീസ് വേണ്ട, അതിനെക്കാട്ടി പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എടാ ചെറുക്ക, നീ ഇല്ലോടാ പറഞ്ഞ ഒളിച്ചോടി കഴിഞ്ഞാൽ റീഫണ്ട് കിട്ടുമെന്ന്. എന്റെ മോൾ ഒളിച്ചോടി, എനിക്ക് എന്നെ റീഫണ്ട് എപ്പം കിട്ടും? അത് സ്ത്രീധനത്തിൽ കുറച്ചാ പോരായോ? എന്റെ സുട്ടുമണിയേ വന്നപ്പോ തൊട്ട് എന്ത് ജാടയായിരുന്നു, ഒന്നും അറിയാത്ത പോലെ. പിന്നെ വരുമ്പോഴേ കയറി എങ്ങനെ മിണ്ടാനാ? ഒന്നാമത് നിന്നെ ഫെബ്രുവരി 14 വെളിവിടത്തില്ല, അതുകൊണ്ട് ഞാൻ ഈ ജോലിക്കാരുടെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. അതൊക്കെ എവിടെ ഇരിക്കട്ടെ, എന്ത് സമ്മാനം എന്റെ എന്തുവാ? വയറ് കുറവാ, വയറ് വേണോന്ന് പറഞ്ഞില്ല. എന്റെ ഉണ്ട് വയറ്. ആ വയറ് കിട്ടി കേട്ടോ. വയറൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിലേ ചോദിക്കാം, വയറ് കിട്ടി. ഓ നീ ഒന്ന് ഒരു കാര്യം പറയണ്ട. നിന്റെ നല്ല ഭാവിക്ക് വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ആ കൊച്ചുണ്ടല്ലോ, വെറും ഒരു പന്ന കൊച്ച. ആരെങ്കിലും ചിരിച്ചു കാണിച്ചാലുണ്ടല്ലോ അപ്പോഴങ്ങ് ചിരിക്കും. പന്ന കൊച്ച അങ്ങ്. അയ്യോ, അത് നിങ്ങൾ മോളല്ലയോ? അതുകൊണ്ടായി പറയുന്നത്. പണ്ട് ഞാനും ഇങ്ങനൊക്കെ തന്നെ ആയിരുന്നു തോന്നുന്നു. എന്നെ കുണമൊക്കെ കിട്ടിയാന്ന് തോന്നുന്നു. എന്നാലേ ശരി, വർക്ക് ബാലൻസ് പെൻഡിങ്. എന്നാ വയറും കൂടെ കൊണ്ടുപോകും. നന്ദി. ഗ്ലൂക്കോസ് കൊച്ചിന് എന്റെ വക വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്. താങ്ക് യു സുട്ടുമണി. അല്ല ഇതിനൊക്കെ എവിടുന്ന ചേട്ടന്റെ ഈ പൈസ? നിന്റെ തന്ന റോബോട്ടിക്കകത്ത് ക്യാമറ ഒക്കെ കുറച്ച് കൈക്കൂലി അതിനകത്ത് എടോ വർക്കിന്റെ ഫുൾ പേയ്മെന്റ് എത്രയാടോ? ഹലോ ചേട്ടാ, ഇവിടുത്തെ വർക്കിന്റെ എസ്റ്റിമേറ്റ് എത്രയായിരുന്നു? 140. 160. 180. 180. ഓക്കെ. തന്തയുടെ പൈസ ഓൾറെഡി ഞാൻ 20 കയറ്റി. ഞാനിവിടെ 20 തന്നെ കേറ്റി. അത് കൊള്ളാം. എന്താ നിങ്ങൾ രണ്ടുപേരും കൂടെ? അത് ക്യാമറ വർക്കാവുന്നുണ്ടോ നോക്കിയതാ. കേറിപ്പൊടി അത്. എടാ ഗ്ലൂക്കോസ് ഇറക്ക, ഞാൻ നിന്നോട് ഇപ്പോഴും പറയാണ്, ഇവിടുത്തെ ആ പെണ്ണ് ശരിയല്ല, ശരിയല്ല. മനസ്സിലായോ? അത് കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ ശരി. അല്ല ക്യാമറ എല്ലാം സെറ്റ് ചെയ്തല്ലോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇടി വെട്ടിയല്ല ക്യാമറ കഴിഞ്ഞ് കഴിഞ്ഞാൽ റീഫണ്ട് ഇല്ല കേട്ടോ. റീഫണ്ട് ഇല്ലല്ലോ? എനിക്കും അത് തന്നെ പറയാനുള്ളൂ, റീഫണ്ട് ഇല്ല. അവൾ എന്റെ കൂടെ വന്നത്. ആണോ? ശരിയടാ മോനെ, ശരി. എന്നാ ഒരു കാര്യം ചെയ്, എന്റെ മോൻ അതങ്ങ് എടുത്തോ, സ്ത്രീധനത്തിൽ കുറച്ചേക്കാം. അയ്യോ പരിപാടാ നീ. അതെ, ഈ എടുത്തോണ്ട് പോയ സാധനം തിരിച്ചെടുക്കുവോ? നീ എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു. ഇടി വെട്ടിയല്ല ക്യാമറ കഴിഞ്ഞ് കഴിഞ്ഞാൽ റീഫണ്ട് ഇല്ല കേട്ടോ. എനിക്കും അത് തന്നെ പറയാനുള്ളൂ, റീഫണ്ട് ഇല്ല. അതുപോലെ എടുത്തോണ്ട് പോയി ഈ സാധനത്തിന് റീഫണ്ട് ഇല്ല, പേടിക്കണ്ട, കൊണ്ടോക്കോ. ഈ കൊച്ചു പന്ന കൊച്ചായി കൊച്ച്. അറിയാവുന്ന നല്ല ഭാഷ ഞാൻ പറഞ്ഞല്ലടാ ബാഹുലയ്യ, നീ അനുഭവിക്കും അനുഭവിക്കുമെന്ന്. അനുഭവിച്ചു സുട്ടുമണി ഓടി ഗ്ലൂക്കോസ് കൊച്ച, ഞാൻ പോവാ.